ആ ആ ബോർഡിലേക്ക് നോക്കുക എല്ലാവരും. ഈസ് ദ ക്വാഡ്രിലാറ്ററൽ ബിലോ എ പാരലോഗ്രാം? ഈ പടത്തിൽ കൊടുത്തിരിക്കുന്ന ക്വാഡ്രിലാറ്ററൽ 4 വശമുള്ള രൂപം ചതുർഭുജം എന്താണോ എന്ന്, പാരലോഗ്രമാണോ സാമാന്തരികമാണോ എന്നാണ് ചോദ്യം. എല്ലാരും ബോർഡിലേക്ക് നോക്കിയിരുന്നേ. നമ്മൾ ഈ കണക്ക് വേറൊരു കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടുവരിച്ചുണ്ടോ നോക്കിക്കോ. ഇപ്പൊ ആയിരിക്കും എന്റെ ഒന്നാമത്തെ എക്സസൈസിലെ അവസാനത്തെ 2 ചോദ്യങ്ങൾ ഇതുപോലുള്ള ചോദ്യമാണോ നോക്കിക്കും. ആണോ? ഫസ്റ്റ് എക്സസൈസിലെ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് അല്ലേ? ക്വാഡ്രിലാറ്ററൽ കണക്കല്ലേ? ആണോ? അപ്പൊ ഞാൻ ആദ്യം ഈ ക്വാഡ്രിലാറ്ററൽ ഒന്ന് പേര് കൊടുക്കുന്നു. ഈ ക്വാഡ്രിലാറ്ററൽ എന്ത് കൊടുക്കുന്നു? അതണ്ടേ എ ബി സി ഡി. ക്വാഡ്രിലാറ്ററിന്റെ പേരെന്താണ്? എ ബി സി ഡി. ക്വാഡ്രിലാറ്ററിന്റെ പേരെന്താണ്? എന്നിട്ട് ഞാൻ ഈ ക്വാഡ്രിലാറ്ററിനെ എവിടെ കൂടെ ഒന്ന് കട്ട് ചെയ്യുന്നു? നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഓൾറെഡി പഠിച്ച കാര്യമാണ്. എവിടെ കൂടെ? അങ്ങനൊന്നും പറയരുത്. ആ ക്വാഡ്രിലാറ്ററിനെ സംബന്ധിച്ച് എ ബി ആരാണ്? എ ബി അതിന്റെ ഡയഗണലാണ്. ആരാണ്? ഡയഗണലാണ്, വികർണമാണ്. അതിലൂടെ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യുന്നു. അങ്ങനെ കട്ട് ചെയ്യുമ്പോ നമുക്ക് എന്ത് കിട്ടും എന്ന് പറഞ്ഞ നിങ്ങള് പറഞ്ഞോ. എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും പറട്ടെ അടുത്തേ ഇത് പഠിച്ച കാര്യമാണ് പിള്ളേരെ പറയണേ. ഏതാ? എ ഡി ബി എന്ന് പറയുന്ന മറ്റൊരു ട്രയാങ്കിളും കിട്ടി. ഈ 2 ട്രയാങ്കിളുകളെ കുറിച്ച് മുകളിലത്തെ ഫിഗറിൽ നോക്കി അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ നിങ്ങൾ. എ സി എത്ര? 4. ഇപ്പുറത്തെ പടത്തിൽ ബി ഡി എത്ര? ഓക്കെ. ഇനി ഒരു ആംഗിൾ തന്നിട്ടില്ലേ? ഇത് 35 ഡിഗ്രി. ഇത് എത്ര ഡിഗ്രി? 35 ഡിഗ്രി. ഇത്രയും കാര്യമല്ലേ നമുക്ക് അറിയത്തുള്ളൂ. ഇനി ഞാൻ ചില കാര്യങ്ങൾ പറയും, നിങ്ങളത് ശരിയാണോ തെറ്റാണോ എന്ന് പറയണം. എ സി ഈക്വൽ 4 സെന്റിമീറ്റർ ഈക്വൽ ബി ഡി. ശരിയോ തെറ്റോ? ശരിയാണെങ്കിൽ ശരിയാണ്, തെറ്റാണെങ്കിൽ തെറ്റാണ്. ശരിയാണോ? ഓക്കെ. ഈ എ ബിക്കും എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എന്താ പ്രത്യേകത? ഈ ഫിഗറിനകത്തെ ഒരൊറ്റ എ ബി ഉള്ളൂ. നമ്മളത് 2ആയിട്ട് മുറിച്ച് 2 വരച്ചപ്പം 2ആയിട്ട് കാണുന്നേ ഉള്ളൂ. ഇത് രണ്ടും ഒരാൾ തന്നെയല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതി വെക്കാം? എ ബി ഈക്വൽ, ഇതും ഈക്വൽ ആണ്. എ ബിയും എന്താണ്? എ ബിയോട് ഈക്വൽ ആവുന്നതിന്റെ കാരണം എന്താ? മിണ്ടുന്നില്ല. എ ബിയോട് ഈക്വൽ ആവുന്നതിന്റെ കാരണം കോമൺ സൈഡ്. എന്താണ്? ഇനി അവിടെ ഓരോ ആംഗിളുകൾ ഈക്വൽ ആകുന്നില്ലേ? അല്ലേ? ഈ ആംഗിളിന്റെ പേരെന്ന് പറഞ്ഞു? ആംഗിൾ നിങ്ങളുടെ സാറിനോട് ഇന്ന് ചോദിക്കണ്ട. ഈ ആംഗിളിന്റെ പേര് പറയുമ്പം ഒന്നുകിൽ സി എ ബി എന്ന് പറയണം, അല്ലെങ്കിൽ ബി എ സി എന്ന് പറയണം. നോക്ക, ആംഗിൾ ബി എ സി ഈക്വൽ എത്ര ഡിഗ്രി? 35 ഡിഗ്രി. അത് എന്തിനോട് ഈക്വൽ ആണ്? ഇവിടുത്തെ ആംഗിൾ ആംഗിൾ എ ബി ഡിയോട് ഈക്വൽ ആണ്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇടതുവശത്ത് കിടക്കുന്ന ട്രയാങ്കിളിലെ 2 സൈഡുകളും അതിനിടയിൽ ഉണ്ടാകുന്ന ആംഗിൾ, വലതുവശത്ത് കിടക്കുന്ന ട്രയാങ്കിളിലെ 2 സൈഡുകൾക്കും അവർക്കിടയിൽ ഉണ്ടാകുന്ന ആംഗിളിനോടും ഉണ്ടെന്നില്ല ഈക്വലായി. അപ്പോൾ ഈ 2 ട്രയാങ്കിളുകളും എങ്ങനായിരിക്കും? ഈ 2 ട്രയാങ്കിളുകളും എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആണെങ്കിൽ ഇവിടുത്തെ അവശേഷിക്കുന്ന സൈഡ് ഏതാ? ബി സി. അപ്പൊ വിച്ച് എംപ്ലൈസ്
ഇപ്പുറത്തെ ബി സിയും അപ്പുറത്തെ ആര് എ ഡിയും എങ്ങനായിരിക്കും? ബി സിയും എ ഡിയും എങ്ങനായിരിക്കും? ബി സിയും എ ഡി എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. ബി സി എ ഡി എങ്ങനായിരിക്കും? ബി സി എ ഡി എങ്ങനായിരിക്കും? ഇനിയും നോക്കിക്കേ, എ സി എന്തിനോട് ഈക്വൽ ആണ്? ഇതെന്നോട് കിടപ്പുണ്ട്. എ സി എന്തിനോട് ഈക്വൽ ആണ്? ബി ഡിയോട്. എ സി എന്തിനോട് ഈക്വൽ ആണ്? ബി ഡിയോട് ഈക്വൽ ആണ്. ഇപ്പൊ നമ്മൾ എന്തോ തെളിയിച്ചു വെച്ചത്? ബി സി എ ഡിയോട് എന്താണ്? ഈക്വൽ ആണ്. കഴിഞ്ഞ ദിവസം ഒരു നോട്ട് എഴുതിക്കൊണ്ട് പോയത് വല്ലോ ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും പാരലോഗ്രവുമായി ബന്ധപ്പെട്ട ഒരു നോട്ട് എഴുതിക്കൊണ്ട് പോയത് ഓർക്കുന്നുണ്ടോ? കാണത്തില്ല, നമ്മൾ തിരക്കുള്ളതുകൊണ്ട് ചിലപ്പോൾ ഓർക്കുന്നില്ല. നോക്കിക്ക് അവിടെ കാണുമല്ല പാരലോഗ്രത്തെ നോട്ട് വല്ലതും കിടപ്പുണ്ടോ? കഴിഞ്ഞ ദിവസം പഠിച്ചതിനകത്തിൽ പാരലോഗ്രത്തിന്റെ നോട്ട് വല്ലതോടെ കിടപ്പുണ്ടോ? നോക്കിക്കേ, ഉണ്ടോ? If the sides of a quadrilateral are equal and parallel, then the quadrilateral is a parallelogram. നോക്ക, ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ എന്തായാൽ പാരലലും ഈക്വലുമായാൽ അത് ആരായി മാറും? പാരലോഗ്രമായിട്ട് മാറും. അപ്പൊ നമ്മൾ ഈ വരച്ചു വെച്ചേക്കുന്ന എ ഡി ബി സി ഈസ് എ പാരലലോഗ്രം. ഇതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത്? ഇതാണോ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേ? ഓക്കെ, എഴുതിയാട്ടെ. ആദ്യ ടെക്സ്റ്റ് കിടക്കുന്ന ചോദ്യം ഒന്ന് വായിച്ചേ. എന്തോ ചോദ്യം? ഇൻ ദ പിക്ചർ O ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ഈ വരച്ചു വെച്ചിരിക്കുന്ന പടത്തിൽ O എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ ആണ്. O ആരാണ്? സർക്കിളിന്റെ സെന്റർ, വൃത്തത്തിന്റെ കേന്ദ്രം. എന്ന് പറഞ്ഞാൽ കോമ്പസും പെൻസിലും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോ കോമ്പസിന്റെ മുന എവിടെ കുത്തിയാണ് വരച്ചിരിക്കുന്നത്? ഓയിൽ കുത്തിയാണ് വരച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പോയിന്റിനെ എന്ത് വിളിക്കുന്നത്? സെന്റർ ഓഫ് ദ സർക്കിൾ. എന്ത് വിളിക്കുന്നത്? മലയാളത്തിൽ വൃത്തത്തിന്റെ കേന്ദ്രമെന്ന് വിളിക്കുന്നത്. അടുത്ത പോയിന്റ് കൂടി കിട്ടിയല്ലോ, ബാക്കി വായിച്ചാട്ടെ. ആൻഡ് ആർ പോയിന്റ്സ് ഓൺ ദി രണ്ട് പടത്തിൽ നോക്കുക. എ ബി സി ഡി ഇവർ എവിടുത്തെ പോയിന്റുകളാണ്? സർക്കിളിലെ പോയിന്റുകളാണ്, വൃത്തത്തിലെ ബിന്ദുക്കളാണ്. ഇനി എന്തോ ചോദ്യം? ഓൾ ദ ലൈൻസ് അല്ല, ആർ ദ ലൈൻസ് എ ബി ആൻഡ് സി ഡി ആർ ഈക്വൽ. ഈ പടത്തിൽ കാണുന്ന എ ബി എന്നും സി ഡി എന്നും പേരുള്ള രണ്ട് ലൈനുകൾ നിങ്ങൾ കണ്ടോ? ഏതൊക്കെയാണ്? ഒന്ന് എ ബി, രണ്ട് സി ഡി. ഇവര് രണ്ടുപേരെന്താണോ എന്നാണ് ചോദ്യം. ഈക്വൽ ആണോ എന്നാണ് ചോദ്യം. ഇവർ രണ്ടുപേരും എന്താണോ എന്നാണ്. ബുക്കടച്ചു വെക്കുക, എല്ലാരും ബോർഡിലേക്ക് നോക്കി. സംഗതി വളരെ നിസ്സാരമാണ്. ഈ എ ബി സൈഡായിട്ട് വരുന്ന ഒരു ട്രയാങ്കിൾ ഈ പടത്തിലുണ്ട്. ആ ട്രയാങ്കിളിന്റെ പേര് പറയൂ. നിങ്ങൾ പറയാൻ പോകുന്ന ട്രയാങ്കിളിന്റെ ഒരു സൈഡിൽ എ ബി വരണം. കൺസിഡർ ട്രയാങ്കിൾ എ ഒ ബി. ഇങ്ങനെ ട്രയാങ്കിൾ ഉണ്ടോ? എ ഒ ബി എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ ഉണ്ടില്ലേ, അതിന്റെ ഒരു സൈഡിൽ ആരുണ്ട്? എ ബി ഉണ്ട്. ഇനി അടുത്തൊരു ട്രയാങ്കിൾ വേണം, അതിന്റെ ഒരു സൈഡായിട്ട് ആര് വരണം? സി ഡി വരണം. അങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടോ? ഏതാ? അല്ലെങ്കിൽ ട്രയാങ്കിൾ സി ഒ ഡി. രണ്ട് ട്രയാങ്കിൾ ഇവിടെ കിട്ടിയോ? രണ്ട് ട്രയാങ്കിൾ ഇവിടെ കിട്ടിയോ? ആ ട്രയാങ്കിൾ ഞാനൊന്ന് റഫായിട്ട് വരയ്ക്കും. ആ ട്രയാങ്കിൾ ഞാനൊന്ന് റഫായിട്ട് വരയ്ക്കും. ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ പേര് പറഞ്ഞേ. എ ഒ ബി ആണോ? രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ പേര് പറഞ്ഞേ. സി ഒ ഡി. ഞാൻ ഈ ട്രയാങ്കിളിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പറയണം. ഒ എ ഈക്വൽ ഒ സി. അത് ഈ പടത്തിൽ നോക്കിയാൽ മനസ്സിലാകത്തില്ല, മുകളിലത്തെ പടത്തിൽ നോക്കിയാലേ അവർ രണ്ടുപേര് എന്തുകൊണ്ട് ഈക്വൽ ആണെന്ന് മനസ്സിലാകൂ. ഒ എയും ഒ സിയും എന്തുകൊണ്ട് ഈക്വൽ ആണ്?
ഒ എ എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. ആരാണ്? ഒ സി എന്ന് പറയുന്നതും ഈ സർക്കിളിന്റെ ആരാണ്? റേഡിയസ് ആണ്. ഒരു സർക്കിളിന്റെ റേഡിയസുകൾ എല്ലാം ഈക്വൽ ആയിരിക്കത്തില്ലേ? അപ്പൊ ഒ എയും ഒ സിയും എന്തുകൊണ്ടാണ് ഈക്വൽ ആയത്? അവർ രണ്ടുപേരും റേഡിയസ് ആയതുകൊണ്ട്. റേഡിയസ് എന്നതിന്റെ പ്ലൂറലാണ് റേഡിയൈ. റേഡിയസിന്റെ പ്ലൂറലാണ് റേഡിയൈ. അപ്പൊ നോക്കിക്കേ, ഒ എയും ഒ സിയും ഈക്വൽ. ഇതുപോലെ വേറെ ആരെങ്കിലും ഈക്വൽ ആയവരുണ്ടോ നോക്കി. ഒ ബിയും പറട്ടെ, ഒ ഡിയും എന്താണ്? ഈക്വല. കാരണം പറഞ്ഞാട്ടെ, അവരും റേഡിയൈ. ഈ ആംഗിൾ എത്ര ഡിഗ്രിയാ? 8 ഡിഗ്രി. ഈ ആംഗിൾ എത്ര ഡിഗ്രിയാ? 80 ഡിഗ്രി. ഈ 80 ഡിഗ്രി ഉള്ള ആംഗിളിന്റെ പേരെന്ന് പറഞ്ഞ നിങ്ങൾ അങ്ങനെ പറയരുത്. ആ ഒ എന്ന് പറയുന്ന ഒരു പോയിന്റിന് ചുറ്റുമായിട്ട് 4 ആംഗിൾ കിടപ്പുണ്ട്. അപ്പൊ 3 അക്ഷരം വെച്ച് പേര് പറയണം. ആംഗിൾ ബി ഒ എ അല്ലെങ്കിൽ എ ഒ ബി ഈക്വൽ 80 ഡിഗ്രി. ഈക്വൽ ഇപ്പുറത്തെ ആളുടെ പേരെന്തുവാ? ആംഗിൾ സി ഒ ഡി. കഴിഞ്ഞോ? ഒരു സെക്കൻഡ്. ഇനി ബോർഡിലേക്ക് നോക്കിക്കേ. 2 ട്രയാങ്കിളുകൾ, അതിലെ 2 സൈഡുകളും അതിന്റെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ആംഗിളും മറ്റൊരു ട്രയാങ്കിളിലെ 2 സൈഡുകളോടും അതിന്റെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ആംഗിളിനോടും ഈക്വലായി. ഈക്വലായാൽ ഈ 2 ട്രയാങ്കിളുകൾ എങ്ങനായിരിക്കും? ഈ 2 ട്രയാങ്കിൾ എങ്ങനായിരിക്കും? അപ്പൊ വിച്ച് ഇംപ്ലൈസ് these two മിണ്ടുന്നില്ല, ട്രയാങ്കിൾസ് ആർ. ഈ 2 ട്രയാങ്കിളുകൾ എങ്ങനെയാണ്? അങ്ങനാണെങ്കിൽ അവരുടെ മൂന്നാമത്തെ സൈഡായ എ ബിയും സി ഡിയും എങ്ങനായിരിക്കും? എങ്ങനായിരിക്കും? ഈക്വൽ. അപ്പൊ വിച്ച് ഇംപ്ലൈസ് എ ബി ഈക്വൽ സി ഡി. വായിച്ചു നോക്കാം. മനസ്സിലാകുന്നുണ്ടെങ്കിൽ ബുക്കിലോട്ട് എഴുതാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് മാത്രം എഴുതുക. എന്താണ് ആ എക്സസൈസിലെ 5ാമത്തെ ചോദ്യത്തിൽ പറയുന്നത്? വായിച്ചാട്ടെ. ഇൻ ദ പിക്ചർ O ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ഈ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ O ആരാണ്? സർക്കിളിന്റെ സെന്റർ ആണ്, വൃത്തത്തിന്റെ കേന്ദ്രമാണ്. ബാക്കി ആൻഡ് എ ബി സി ആർ പോയിന്റ്സ് ഓൺ ദി സർക്കിൾ. ഈ എയും ബിയും സിയും എവിടുത്തെ പോയിന്റുകളാണ്? മിണ്ടുന്നില്ല. എവിടുത്തെ പോയിന്റ് ആണ്? സർക്കിളിലെ പോയിന്റ് ആണ്, വൃത്തത്തിലെ ബിന്ദുക്കളാണ്. തൊട്ടു മുമ്പത്തെ കണക്കി പറഞ്ഞതുപോലെ. ബാക്കി വായിച്ചാട്ടെ. ആംഗിൾ ഒ ബിയോ എ ഒ ബി ആൻഡ് ആംഗിൾ എ ഒ സി ആർ ഈക്വൽ. ആംഗിൾ എ ഒ ബി ആൻഡ് ആംഗിൾ എ ഒ സി. ഏതാണ് എ ഒ ബി? ഈ എ ഒ ബിയും ഈ എ ഒ സിയും എങ്ങനെയുള്ള ആംഗിളുകളാണ്? ഈക്വലായ ആംഗിളുകളാണ്. ഇനി ചോദ്യം, ആർ ദ ലൈൻസ് എ ബി ആൻഡ് എ സി ഈക്വൽ? ഏതൊക്കെ ലൈനുകളാണ്? എ ബിയും എ സിയും. ഏതാണ് എ ബി? ഈ എ ബിയും ഈ എ സിയും എങ്ങനെയാണോ എന്നാണ് ചോദ്യം. അതിനകത്ത് എഴുതിയത് എഴുതിയായിരുന്നു? എഴുതിയില്ലേ? എഴുതിയോ? എ ബിയും എ സിയും എങ്ങനെയാണോ എന്നാണ് ചോദ്യം. ഈക്വൽ ആണോ എന്നാണ് ചോദ്യം. ഒരു നിമിഷം എല്ലാവരും കൂടെ ശ്രദ്ധിച്ചിരിക്കാം. എ ബിയും എ സിയും ഈക്വൽ ആണോ എന്ന് പരിശോധിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് തൊട്ട് മുമ്പത്തെ കണക്ക് ഞാൻ പറഞ്ഞു തന്നെ. എന്തുവായിരുന്നു ഐഡിയ? ഇപ്പൊ ഞാൻ 4ാമത്തെ കണക്കിൽ അങ്ങോട്ട് പറഞ്ഞു തന്നതേ ഉള്ളൂ. എ ബിയും എ സിയും സൈഡായിട്ട് വരുന്ന 2 ട്രയാങ്കിളുകൾ കൺസിഡർ ചെയ്യണം. എ ബി സൈഡായിട്ട് വരുന്ന ഒരു ട്രയാങ്കിൾ പറഞ്ഞു, ഒരു ട്രയാങ്കിളും ഇല്ല. കൺസിഡർ ട്രയാങ്കിൾ എ ഒ ബി. ഏത് ട്രയാങ്കിളാ? എ ഒ ബി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡിൽ ആര് കിടപ്പുണ്ട്?
എ ബി ഉണ്ട്. ഇതേപോലെ എ സി സൈഡായിട്ട് വരുന്ന ഒരു ട്രയാങ്കിൾ പറഞ്ഞാട്ടെ. ആൻഡ് ട്രയാങ്കിൾ എ ഒ, ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യും. ഇത് നമ്മൾ അവരെ മാത്രമായിട്ടൊന്ന് സെപ്പറേറ്റ് വരയ്ക്കുന്നു. അവരെ മാത്രമായിട്ടൊന്ന് സെപ്പറേറ്റ് വരയ്ക്കുന്നു. എന്തൊക്കെയാ പേര്? എ ഒ ബിയും രണ്ടാമത്തെ പേര് പേര് എ ഒ സി. ഇവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാട്ടെ. ഇവരെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാട്ടെ. ഇപ്പൊ നാലാമത്തെ കണക്കിലെഴുതിയ കാര്യങ്ങളാ. ഒ എ ഈക്വൽ ഒ എ. രണ്ട് ഈ ലെഫ്റ്റ് കിടക്കുന്ന ഒ എയും റൈറ്റ് കിടക്കുന്ന ഒ എയും എങ്ങനെയാണ്? ഈക്വലാ. കാരണം ഒരാൾ അയാളോട് തന്നെ ഈക്വൽ ആകുന്നതിന് പറഞ്ഞ വേറെന്തോ റേഡിയൈ എന്നോ. ഒ എയോട് ഈക്വൽ ആകുന്നതിന്റെ കാരണം ഈക്വൽ സൈഡ് അല്ലെ കോമൺ സൈഡ്. ഈ പടത്തിനകത്തിൽ ഒറ്റ ഒ എ ഉള്ളൂ. നമ്മളത് രണ്ട് ട്രയാങ്കിൾ ആക്കിയപ്പം രണ്ടിടത്തും പ്രത്യേകം വന്നതല്ലേ. അപ്പൊ ഒ എ ഈക്വൽ ഒ എയുടെ കാരണം എന്തുവാ? കോമൺ സൈഡ്. എന്താണ്? കോമൺ സൈഡ്. അടുത്തത് ഒ ബി ഈക്വൽ ഒ സി. കാരണം പറഞ്ഞാട്ടെ, ഒ ബിയും ഒ സിയും എന്തുകൊണ്ട് ഈക്വൽ ആണ്? നിങ്ങൾ മുമ്പ് പറഞ്ഞ കാരണം റേഡിയൈ. എന്താണ്? റേഡിയൈ. രണ്ടേ, ഈ ഒ എക്കും ഈ ഒ ബിക്കും ഇടയ്ക്ക് കിടക്കുന്ന ഈ ആംഗിൾ കണ്ടോ? ഇതിന്റെ പേരെന്തുവായിരുന്നു? രണ്ടുപിടിച്ചുണ്ട്. എയോ ബി. ആംഗിൾ എയോ ബിയും ആണോ? ഈ പടത്തിൽ ഇവർക്ക് രണ്ടുപേർക്ക് ഇടയ്ക്ക് കിടക്കുന്ന ഈ ആംഗിളിന്റെ പേര് പറഞ്ഞേ. ആംഗിൾ എഒ സിയും എങ്ങനെയാണ്? ഈക്വൽ ആണ്. അപ്പൊ എഒ ബി എന്ന് പറയുന്ന ഈ ആംഗിളും എഒ സി എന്ന് പറയുന്ന ഈ ആംഗിളും എങ്ങനെയാണ്? ഈക്വൽ ആണ്. അപ്പൊ ശ്രദ്ധിച്ചാൽ ഇടതുവശത്ത് കിടക്കുന്ന ട്രയാങ്കിളിലെ രണ്ട് സൈഡുകളും അതിനിടയിൽ ഉണ്ടായിരിക്കുന്ന ആംഗിളും, മീരാകൃഷ്ണൻ മിണ്ടൂല്ല, ആംഗിളും വലതുവശത്ത് കിടക്കുന്ന ട്രയാങ്കിളിലെ രണ്ട് സൈഡിനോടും അതിനിടയിൽ കിടക്കുന്ന ആംഗിളിനോടും ഈക്വൽ ആണ്. ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളുകൾ എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് ട്രയാങ്കിളുകൾ എങ്ങനായിരിക്കും? അപ്പൊ നമുക്ക് എഴുതി വെക്കാം. വിച്ച് ഇംപ്ലൈസ് the two triangles are equal. അങ്ങനാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളിലും അവശേഷിക്കുന്ന സൈഡുകൾ ഏതൊക്കെയാ? അവശേഷിക്കുന്ന സൈഡോ എ ബിയും എ സിയും എങ്ങനായിരിക്കും? വിച്ച് ഇംപ്ലൈസ് എ ബി ഈക്വൽ. ഒന്ന് ബോർഡിന്റെ മുകളിലോട്ട് നോക്കിക്കേ. ഇതല്ലേ പ്രൂവ് ചെയ്യാൻ ചോദിച്ചത്? എ ബി ഈക്വൽ എ സി എന്നാണോ നല്ല ചോദ്യം. നമ്മൾ എന്തോ പ്രൂവ് ചെയ്ത് വെച്ചു? എ ബി ഈക്വൽ എ സി. വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ബുക്കിലോട്ട് എഴുതാം. ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ തൊട്ട് തുടങ്ങണം. ഇവിടെ തൊട്ട് ക്ലാസ്സിൽ ഇരിക്കുന്ന